التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുന്നദ ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഫിഅല് മുദാരിനെ കുറിച്ചാണ്. അതിൻ്റെ നൂനുൻ നിസ്വ വന്നാൽ അത് സുക്കൂനിൻ്റെ മേൽ മബ്നിയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത അവസ്ഥ ഓ താറത്തൻ ചിലപ്പോൾ യുഫ്തഹു ഫത്ഹ് നൽകപ്പെടും ആഹിറുഹു. ഹു എന്ന് പറഞ്ഞാൽ ഫിഅല് മുദാരിഇൻ്റെ ആഹിർ അവസാനത്തിന് ഫത്ഹ് നൽകപ്പെടും. ഏതടിസ്ഥാനത്തിലാണ്? അലൽ ബിനാഇ ബിന അടിസ്ഥാനത്തിൽ അഥവാ മബ്നി എന്ന അടിസ്ഥാനത്തിൽ ഫത്ഹ നൽകപ്പെടും, അഥവാ ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കപ്പെടും. ഐദൻ വീണ്ടും എന്ന് പറഞ്ഞാൽ നൂനുൻ നിസ്വയോട് ചേർന്ന് വരുമ്പോൾ സുക്കൂനിൻ്റെ മേൽ മബ്നിയാക്കപ്പെടുന്നത് പോലെ തന്നെ ഇവിടെ ഫത്ഹിൻ്റെ മേലും മബ്നിയാക്കപ്പെടും. അതെപ്പോഴാണ്? വദാലിക അതെപ്പോഴാണ്? ഇദത്തസല ഈ ഫിഅല് മുദാരി ചേരുമ്പോഴാണ്. മഅ നൂനി തൗക്കീദി തൗക്കീദിൻ്റെ നൂനിനോട് കൂടെ. ഈ തൗക്കീദിൻ്റെ നൂന് എന്ന് പറഞ്ഞാൽ ഖഫീഫത്തി ഖഫീഫയായതായാലും ശരി, ഔ സഖീലത്തി സഖീലയോ ഖഫീഫയോ ആയ തൗക്കീദിൻ്റെ നൂനിനോട് കൂടെ ചേരുമ്പോഴാണ് ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കപ്പെടുക. അതന്നെ എങ്ങനെയപ്പാ? ഹൽ മുബാശിറത്തി. ഈ നൂന് തൗക്കീദ് ഉണ്ടല്ലോ, അത് ഡയറക്റ്റ് ആയിരിക്കണം, മുബാശിറത്തി ചേർന്ന് കൊണ്ടായിരിക്കണം. ലി ആഖിരിഹി എന്ന് പറഞ്ഞാൽ ആ മുദാരിൻ്റെ അവസാനത്തിനോട് അഥവാ അവസാനത്തെ അക്ഷരത്തോട് ചേർന്ന് കൊണ്ടായിരിക്കണം. അതെങ്ങനെ? എങ്ങനെ? ബി ഐ യത്തസില ഈ നൂനി തൗക്കീദ് ചേരൽ കൊണ്ട് ബിഹി ഈ മുദാരിനോട് മിൻ ഗൈരി ഹാജിസിൻ ഒരു ഹാജിസ് ഒരു ഫാസിൽ ഒരു മറയുമില്ലാതെ ആ ഫീല് മുദാരിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെയും ഈ നൂനി തൗക്കീദിൻ്റെയും ഇടയിൽ പിന്നൊരു തടയിടുന്ന ആരുമില്ലാത്ത നിലയ്ക്ക് അവസാനത്തെ അക്ഷരത്തോട് ഡയറക്റ്റായിട്ട് മൂപ്പര് പങ്കു ചേരണം. അതാണ് പറഞ്ഞത്. ലഫ്സൻ വ തഖ്ദീറൻ, ലഫ്സിലും വ തഖ്ദീറൻ തഖ്ദീറിലും. അത് നസുൽ ഖാഫിദ് അടിസ്ഥാനത്തിൽ മൻസൂബ. ഇത് ഇബ്നു ഹിശാം റഹ്മഹുള്ളാന്റെ ഖൗലാണ്. അപ്പം അങ്ങനെ ചേർത്ത് വായിക്കണം. വ യുഫ്തഹു ഇബ്നു ഹിശാമിൻ്റെ ഉദ്ധരണിയാണ് പറയുന്നത്. വ യുഫ്തഹു ഫത്ഹ നൽകപ്പെടും മഅ നൂനി തൗക്കീദി തൗക്കീദിൻ്റെ നൂനിനോട് കൂടാൽ മുബാശറത്തായിട്ടുള്ള ഇതിൽ ലഫ്സൻ ലഫ്സിലും തഖ്ദീറിലും. അപ്പം ലഫ്സിലും തഖ്ദീറിലും നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ലഫ്സിലായാലും ശരി തഖ്ദീറിലായാലും ശരി ആ ഫിഅല് മുദാരിൻ്റെ അവസാനത്തിൻ്റെയും ഈ നൂനി തൗക്കീദിൻ്റെ ഇടയിൽ ഒരു ഹാജിസും ഒരു ഫാസിലും ഉണ്ടാവില്ല ആ നിലയ്ക്ക്. അപ്പോൾ തഖ്ദീറിലായാലും ശരി ലഫ്സിലായാലും ശരി ഒരു ഫാസിലും ഒരു ഹാജിസും ഉണ്ടാവില്ല എന്നർത്ഥം. നഹു അതേതുപോലെ ഖൗലിഹി തആല അള്ളാഹുവിൻ്റെ ഖൗല് പോലെ. അതേതാ? ലയുംബദന്ന. ഇവിടെ ലഫ്സിലും ഇല്ല ഇനി തഖ്ദീർ അങ്ങനത്തെ ഒരു പരിപാടിയല്ല, അങ്ങനെ ഇവിടെ ഒരു ഹാജിസും ഇല്ല. കാരണം ലയുംബദന്ന ഫിഅല് മുദാരിൻ്റെ അവസാനത്തെ അക്ഷരം ദാലാണ്. ആ ദാലിനോട് നൂന് തൗക്കീദ് നേരിട്ടടി ചേർന്നതാണ്. അവിടെ ഒരു നിലക്ക് ഒരു ഫാസിലും ഇല്ല. അപ്പം അത് ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. ലയുംബദന്ന ഫിൽ ഹുത്തമ എന്ന് പറയും. ലയുംബദന്ന ഫിൽ ഹുത്തമ. അപ്പോൾ അത് മബ്നിയാണ്, ഫത്ഹിൻ്റെ മേൽ മബ്നിയാണ്. അപ്പോൾ ഈ ലയും ബദന്ന ഫിൽ ഹുത്തമ കല്ലാ ലയും ബദന്ന ഫിൽ ഹുത്തമ എന്ന് ഖുർആനിൽ വന്നിട്ടില്ല. അതാണ് ലയും ബദന്ന. അപ്പം അങ്ങനെ ഇറാബ് പറയുക. ലാം അവിടെ മുഖദ്ദറായ ഖസമിൻ്റെ ജവാബിൽ വാക്കിയായിട്ടുള്ള സംഭവിച്ച ലാമാണ്. യുംബദന്ന എന്നുള്ളത് എന്ന ഫിഅല് മുദാരി അത് മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്. മബ്നിയുൻ അലൽ ഫത്ഹി എന്ന ഇഅറാബ് പറയുക. എന്താ കാരണം? ലിത്തിസ്വാലിഹി ബിനൂനി തൗക്കീദി സഖീല സഖീലയായ തൗക്കീദിൻ്റെ നൂനോട് ചേർന്ന് വന്ന കാരണത്താലാണ്. മനസ്സിലായില്ലേ? അന്നൂന ലയും ബദന്ന എന്നുള്ളത് അന്നൂൻ അത് ഹർഫാണ്, അതിന് മഹല്ലിൽ ഇഅറാബില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഇഅറാബ് പറയുക. പിന്നെ അപ്പോൾ ഫഇന്നഹു അപ്പോൾ തീർച്ചയായും ഈ ലയുംബദന്ന എന്നുള്ളത് മബ്നിയുൻ അലൽ ഫത്ഹി ഫത്ഹിൻ്റെ മേൽ മബ്നിയാകുന്നു. അതെന്തുകൊണ്ടാണ് ഫത്ഹിൻ്റെ മേൽ മബ്നിയാക്കപ്പെട്ടു? അതെന്താ കാരണം? ലി മുബാശറത്തി നൂനി തൗക്കീദി തൗക്കീദിൻ്റെ നൂനിനോട് ഡയറക്റ്റ് വന്ന കാരണത്താല. തഖ്ദീറിലോ ലഫ്ദിലോ ഒരു ഹാജിസും ഒരു ഫാസിലും ഇല്ല. തൗക്കീദിൻ്റെ നൂനിനോട് മുബാശറത്ത് എന്ന ഡയറക്റ്റായിട്ട് വന്ന കാരണത്താലാണ്. ബിഖിലാഫി മാ ഇദാ ലം തുബാശിർഹു ലഫ്സൻ വ തഖ്ദീറൻ. ബിഖിലാഫി മാ എതിരായിക്കൊണ്ട്, മാ അവിടെ മസ്തരിയമാണ്, ഇതാ ഇതാണ് അവിടെ. അപ്പോൾ ബിഖിലാഫി എതിരായിക്കൊണ്ട്, ഏതിനെതിരായിക്കൊണ്ട്? ലം തുബാശിർ. ഇദാ ലം തുബാശിർ
ലം തുബാഷിർ നൂന് ഡയറക്റ്റ് ആയിട്ടില്ല ഹു ഈ ഫിയൽ മുദാരിൻ്റെ ആഖിറിനോട് ലഫ്സിലും തഖ്ദീറിലും. അപ്പം ലഫ്സിലും തഖ്ദീറിലും ആഖിറിനോട് ഡയറക്റ്റ് ആയി ചേർന്നിട്ടില്ലാത്ത നൂനുണ്ടല്ലോ, നൂന് ഡയറക്റ്റ് ആയിട്ടില്ല, അതിന് എതിരായിക്കൊണ്ട് എന്നർത്ഥം. അവിടെ മസ്തരിയാണ് ഇതാ ഇതാണ്. അപ്പോൾ അവിടെ തെവീൽ ചെയ്യണം. അപ്പോൾ ബി ഖിലാഫി അദബി മുബാശറത്തിഹാ അദമി മുബാശറത്തിഹ ഇയാഹു എന്ന് വെക്കാം. ലഫ്സൻ വ തഖ്ദീറൻ അങ്ങനെ വെക്കണം. അപ്പം ലഫ്സിലും തഖ്ദീറിലും ഈ നൂന് ആഖിറിനോട് ചേരാത്തതിന് എതിരായിക്കൊണ്ട്. അതിന് ഉദാഹരണം പറയും. കമാ ഏതുപോലെ ഫി നഹ്വി ഖൗലിഹി തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലിലുള്ളതുപോലെ. അതേതാ? വലാ തത്തബിആനി സബീലല്ലദീന ലാ യഅലമൂന. ഇവിടെ ഇപ്പോൾ എന്തുണ്ട്? ഫാസിലിൽ അവിടെ ഫാസിൽ നമുക്ക് ലഫ്സ് തന്നെ കാണാൻ പറ്റും. ലഫ്സ് തന്നെ ഉണ്ട് അവിടെ. അതേതാ? അലിഫാണ്. ഫീല് മുബാരിൻ്റെ അവസാനത്തെ അക്ഷരം ഐനല്ലേ? ആ ഐനിനോട് ഇവിടെ ഡയറക്റ്റായിട്ട് നൂനി തോക്കിരി ചേർന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇടയിൽ അലിഫുൽ ലിസ്നീനി വന്നു എന്താ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോറബാണ്. അപ്പോൾ ഈ വലാ തത്തബിആനി എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇറാബ് പറയുക? അപ്പോൾ വാവ് ഇസ്തിനാഫിൻ്റെ ഹർഫാണ്. വലാ തത്തബിആനി എന്നല്ലേ? വാവ് ഇസ്തിനാഫിൻ്റെ ഹർഫാണ്. ലാ എന്നുള്ളത് ഹർഫ് നഹീൻ്റെയും ജാസിമിൻ്റെയും ഹർഫാണ്. തത്തബിആനി എന്നുള്ള ഫിഅല് മുദാരിഉൻ മജ്സൂമുൻ എന്നാണ് നമ്മൾ പറയാം. മബ്നി അല്ലത് മജ്സൂമുൻ ബിലന്നാഹിയ, ജസ്മ് ചെയ്ത ആമിൽ ലന്നാഹിയാകുന്നു. എന്നിട്ട് നമ്മൾ പറയും അതിൻ്റെ ജസ്മിൻ്റെ അലാമത്തു ജസ്മിഹി എങ്ങനെ പറയാം? നമ്മൾ ഹദ്ഫുൻ നൂനി, നൂനെ കളഞ്ഞതാണ്. കാരണം അതെന്താ? അഫ്ആൽ ഖംസപ്പെട്ടാണല്ലോ, അങ്ങനെ വെക്കണം. അലിഫ് അവിടെ റഫിൻ്റെ മഹല്ലാണ്, കാരണം ഫായിലാണ്. നൂന് തൗക്കീദോ അതിനെ കസ്റായിട്ടാണ് വന്നത്. അതുകൊണ്ടാ അതിനെ തഷ്ബീഹൽ ലഹാ ബിനൂനിൽ മുസന്നേൻ്റെ നൂനോട് തഷ്ബീഹാക്കിയിട്ട് അങ്ങനെ പറയാം. അപ്പോൾ അതിന് നൂന് ഇതില്ല, മഹല്ലില്ല. പിന്നെ സബീല എന്നുള്ളത് മഫൂലും ബിഹി. സബീൽ അല്ലദീന ഇസ്മു മൗസൂൽ മുദാഫ് ഇലൈഹി. ലാ യഅലമൂൻ ലാ നാഫിയ. യഅലമൂൻ ഫിൽ മുദാരി മർഫു. അതിൻ്റെ റഫിൻ്റെ അലാമത്ത് സുബൂത്തുൻ നൂനാണ്. യഅലമൂൻ എന്നുള്ള വാവ് ഫായിൽ. അങ്ങനെ നമ്മൾ ഇറാബ് പറയാം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് വന്നിട്ടില്ല. തത്തബിആനി എന്നുള്ള ഡയറക്റ്റ് വന്നിട്ടില്ല. അലിഫ് ഫാസിൽ ഹാജിസ് ഉണ്ട്, അതുകൊണ്ട് ഇത് മോറബാൻ. ഇനി അതുപോലെ വ ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗല് പോലെ ലതുബ്ലവുന്ന ഫീ അംവാലിക്കും എന്നുള്ളതിലും ഇവിടെയുണ്ട്. ഇവിടെ ഈ വാവ് ദമീറിൻ്റെ വാവാ. അപ്പോൾ ലാം ഫീൽ അവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫാസിലുണ്ട്, അതിനോടല്ല ഡയറക്റ്റ് അടുത്ത് മൂപ്പര്. ഇതിന് ശരിക്കും എങ്ങനെ വരിക? തുബുല നമ്മൾ ഈ നൂന് തൂക്കിയതൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഫീൽ മുദാരി പറയുകയാണെങ്കിൽ അതിൻ്റെ സീഗ പറയുമ്പോൾ തുബുല വൂന എന്നായിരുന്നു. തുബുല വൂന എന്നായപ്പോൾ വാവിന് ദമ്മ് സിഖില് ഹറക്കത്ത് കളഞ്ഞു. അപ്പോൾ ഈ ലാം ഫീലിൻ്റെ വാവും പിന്നെ ബമീറിൻ്റെ വാവും ഇൽത്തിഖാഉ സാക്കിനീനി. അപ്പോൾ അവിടെ കളിയിൽ ഏറ്റവും മൗല ലാം ഫീലിൻ്റെ വാവിനെ കളഞ്ഞു. അനം ലത്തുബുല മാക്കബില് ഫത്ഹാവുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ബാക്കിയാക്കി. എന്നിട്ട് ലത്തുബുലൗന എന്നാണ് മുദാരിൽ നമ്മൾ ഫീൽ മുദാരിൽ നമ്മൾ പറയാം തുബുലൗന എന്നാ പറയുക. തുബുലൗന പിന്നെ തുബുലൗന എന്നായി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഘട്ടങ്ങൾ എന്താ? നൂതോക്കി ചേർക്കുമ്പോൾ മറ്റേ നൂനിനെ കളയണമല്ലോ. അപ്പോൾ അതിനെ കളഞ്ഞിട്ട് നിർത്തി. അപ്പോൾ അങ്ങനെ തുബുലൗ എന്നായി. തുബ്ലൗ എന്നായപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ തൗക്കീദിൻ്റെ നൂനെ ചേർത്തു. അപ്പോൾ തുബ്ലൗന ആയി. അപ്പോൾ ഈ ബമീറിൻ്റെ വാവ് അവിടെ ഉള്ളത് കേട്ടോ. മറ്റേ വാവ് കളഞ്ഞുപോയി, ലാംഫീലിൻ്റെ വാവ് കളഞ്ഞുപോയി. അപ്പോൾ ഈ ബമീറിൻ്റെ വാവിൻ്റെ സുക്കൂനും ഈ നൂനും ഇൽത്തിഖാഉ സാക്കിനായി. പക്ഷെ ഇവിടെ കളഞ്ഞില്ല ഈ വാവിനെ. അതെന്തുകൊണ്ടാ? ഈ വാവിനെ അങ്ങോട്ട് കളഞ്ഞാൽ പിന്നെ മാക്കബിൽ അറിയിക്കുന്ന ദലാലത്തില്ല, ഫത്ഹല്ലേ. അപ്പോൾ അതുകൊണ്ട് വാവിനെ അവിടെ നിർത്തി. ഇൽത്തിഖാഉ സാക്കിന് രക്ഷപ്പെടാൻ വേണ്ടി അതിന് അവിടെ എന്ത് ചെയ്തു? മുജാനസായ ഹർക്കത്ത് വെച്ചിട്ട് ആ വാവിന് ദമ്മ് കൊടുത്തിട്ട് അവിടെ നിർത്തിയതാ. അപ്പോൾ അത് ശരിക്കും നൂന് തൗക്കീദ് അടുത്തത് ഫീലിൻ്റെ ഫീൽ മുദാരിൻ്റെ അവസാനത്തെ ഹർഫിനോടല്ല. അപ്പോൾ ദമീറുണ്ട് അവിടെ. ഇത് ദമീറാണ്. ആ വാവിന് കളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ലതുബ്ലവുന്ന എന്ന് പറയണം. അപ്പോൾ എങ്ങനെ എൻ്റെ ഇറാബ് പറയാം? ലതുബ്ലവുന്ന എന്ന് പറയാം. ലാമ് മുഖദ്ദറായ ഖസമിൻ്റെ ജവാബിൽ വാക്കിയ ലാമാണ്. തുബ്ലവുന്ന ഫീൽ മുദാരിൻ മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്, മർഫു ആണ്. അതിൻ്റെ റഫിൻ്റെ അലാമത്ത് സുബൂത്തുൻ നൂനിൽ മഹ്സൂഫത്തി എന്ന് വെക്കണം. കളയപ്പെട്ട നൂനിനെ സ്ഥിരപ്പെടുത്തി വെക്കാം. അത് കാരണം തൗക്കീദിനെ നൂൻ ചേർക്കുമ്പോൾ അതിനെ കളയണമല്ലോ.
അപ്പോൾ അങ്ങനെ അലാമത്തു റഫ് പറയാ സുബൂത്തു നൂനിൽ മഹ്ദൂഫ, മഹ്ദൂഫായ നൂനിനെ സുബൂത്താക്കിക്കൊണ്ട് എന്ന് തക്ദീര വെക്കണം. ഈ വാവ് റഫിൻ്റെ മഹല്ലിലുള്ളതാണ്, അത് ദമീറാണ്, നായിബു ഫായിലാണ്. തൗക്കീദിൻ്റെ നൂന് പിന്നെ ഇറാബിൽ മഹല്ലില്ല. ഫി അംദാലിക്കുന്നുള്ള ജാർ മജ്റൂർ തുബുല വുന്ന എന്നുള്ളതിൻ്റെ അതാണ് മുത്താല്ലക്ക്. അങ്ങനെ വെക്കണം നമ്മൾ. ഇനി അപ്പോൾ അവിടെ ഫാസിൽ വന്നപ്പോൾ മനസ്സിലായി ആദ്യത്തെ അലിഫ് വന്നു, ദില്ല് വാവ് ദമീറിൻ്റെ വാവാണ്. ഇനി വഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ എന്ന് പറയല. ഇവിടെയുണ്ട്, ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം തന്നെയാണ്. എന്താ തറയി അവിടെ ശരിക്കും ഹംസക്ക പിന്നെ പോട്ടെ തറൈ ആ സ്റ്റെപ്പ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് എളുപ്പമുള്ള സ്റ്റെപ്പ് വേഗം പറയാം. ഹംസക്ക കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയുമ്പോൾ തെറയീന അതൊക്കെ പിന്നെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് തെറയീന എന്നായിരുന്നു. മുബാരിയിൽ നമ്മൾ പറയാ തെറയീന. യാക്ക് കെസ്റ സിക്കിൽ കളഞ്ഞു, ഇൽത്തിക്കൗസാക്കിനീന് ബമീറും ലാംഫീലിൻ്റെ യാ കൂട്ടിമുട്ടി. ഖിലാഫ് നോക്കട്ടെ, നമ്മൾ ഔല ഏറ്റവും നല്ലത് അവിടെ ലാംഫീലിൻ്റെ യാനെ കളഞ്ഞു. അപ്പം എന്തായി മാഖബിൽ ഫത്തായപ്പം അങ്ങനെ നിർത്തി തെറയീന എന്നാ പറയുക. പിന്നെ ഈ തെറയിനോട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തൂക്കീദിൻ്റെ നൂലിലേക്ക് ചേർക്കുമ്പോൾ ചേർക്കല്ല. ഇവിടെ ഇമ്മ ഷർത്തിൻ്റെ വന്നിട്ടുണ്ട്, ഷർത്തിൻ്റെ ഇമ്മ വന്നപ്പോൾ പിന്നെ അത് കളഞ്ഞു പോയി. ഏത് ആ നൂന് പോയി, അതിനെ കളഞ്ഞിട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറൈ എന്നായിരുന്നു. തെറൈന്ന ഇവിടെ തൗക്കീദിൻ്റെ നൂന് ചേർക്കുമ്പോൾ നൂന് തൗക്കീദിൻ്റെ മുതുഗമിൻ്റെയും അതേപോലെ തന്നെ ഈ ബമീറിൻ്റെ സുക്കൂനും കൂട്ടിമുട്ടി. പക്ഷേ യാനെ കളിയുടെ മാക്കബിൽ അറിയിക്കുന്നതില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അവിടുത്തെ മുജാനസ ഹർക്കത്ത് വെച്ച് കെസ്റ് കൊടുത്ത് ഇൽത്തിക്കൗസാക്കി രക്ഷപ്പെടാൻ വേണ്ടി കെസ്റ് കൊടുത്തു തെറയിന്ന എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ നൂനിന് അടുത്തത് ഫീല് മുബാരിനോടല്ല, ഇതിൻ്റെ ലാം ഫീലിനോടല്ല, മറിച്ച് ഇടയിൽ വന്നത് ഫാസിൽ ദമീറാണ്. ആ ദമീർ അവിടെ ഫാസിലാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതിൻ്റെ ഇറാബ് പറയുക ഇമ്മ എന്നുള്ള ഫ ഇസ്തിനാഫിയ. ഇമ്മ എന്നുള്ളത് ഇന്ന് ശരിക്ക് ഹർഫു ഷർത്ത് ജാസിമിൻ്റെ ഷർത്തിൻ്റെ ഹർഫാണല്ലോ. മാ പിന്നെ സായിദായിട്ട് ഒരു സായിദായിട്ട് വരുന്നതാ ഇമ്മ അവിടെ ഇതാണ്, അതിന് അമലില്ല. തെറയിന്ന എന്ന് പറയുമ്പോൾ അങ്ങനെ അപ്പോൾ ഫീല് മുദാരി മബ്നിയും എന്നല്ല, ഫീല് മുദാരിൻ മജ്സൂമുൻ പറയണം. ആ ജസ്മ വെച്ചത് ആമിൽ ഇന്നാണ്, അപ്പോൾ മജ്സൂമുൻ ബി ഇന്ന് പറയണം. അപ്പോൾ ജസ്മിൻ്റെ അലാമത്ത് എന്താ? ഹദ്ഫുൻ നൂനെ കളയണം, കാരണം അഫ്അൽ ഖംസപ്പെട്ടാണല്ലോ, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഇപ്പം എന്താ ഈ ഇവിടെ ഉള്ള യാ ഏതാ? മുഅന്നസിൻ്റെ യാ ആണ്, അത് റഫിൻ്റെ മഹല്ലാണ്, ഫായിലാണ്. നൂന് തൗക്കീദ് പിന്നെ മഹല്ലില്ല. മിനൽ ബശരി എന്നുള്ളത് പിന്നെ ബാക്കി എന്നും മിനൽ ബശരി അഹദൻ ബാക്കി. അപ്പോൾ തെറൈനൻ്റെ ഇറാബ് അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പോൾ 3 സ്ഥലത്തും അതാണ് ഈ ശാരിയാടോ പറയുന്നത്. ഫൽ അലിഫു ഫില്ലൂല, ആദ്യത്തേതിൽ അലിഫ്, വൽ വാവു ഫിസാനിയ, രണ്ടാമത്തേൽ വാവ് ഏതാ? തുബുലവുന്ന. വൽ യാ ഫിസാലിസ, മൂന്നാമത്തേൽ ഏതാ? തെറൈനൽ യാ ഫാസിലത്തുൻ, ഫാസിലാണ് ബൈനൽ ഫീലി വൻ നൂനി, നൂനിനും ഫീലിനും ഇടയിൽ വേർതിരിക്കുന്ന ഫാസിലാണ്. അപ്പോൾ അതൊക്കെ ഫഹുവ മുഅറബുൻ, ഇതൊക്കെ മുഅറബാണ്. അപ്പോൾ അത് മുഅറബാണില്ല, മബ്നിയല്ല. ഇനി ഇതൊക്കെ ലഫ്ദ് തന്നെ അവിടെ ഉണ്ട്. ഇനി മുഖദ്ദർ നോക്കിയ വക്കത് അപ്രകാരം തന്നെയാണ്. ലൗക്കാനൽ ഫാസിലു, ഫാസിലാകുകയാണെങ്കിൽ ബൈനഹും അവ രണ്ടിനിടയിൽ, അവ രണ്ട് പറഞ്ഞാൽ ഫീലിൻ്റെ അവസാനത്തെ അക്ഷരവും ഈ മറ്റേ നൂന് തൗക്കീദിൻ്റെ ഇടയിലും മുഖദ്ദറായിരുന്നാൽ, മുഖദ്ദറായിട്ടാണ് നിൽക്കുക. കാനൽ ഫീലു മുഅറബൻ, അപ്പോഴും ഫീല് മുഅറബായിരിക്കും. ഖൗലിഹി തആല, അല്ലാഹുവിൻ്റെ ഖൗല് പോലെ വലാ യസുദ്ദുന്നക അൻ ആയാത്തില്ലാഹ. ഇവിടെ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ലഫ്ദിൽ കാണുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ ഇല്ലല്ലോ. ഇവിടെ മുഖദ്ദറ തഖ്ദീർ എന്ന നിലക്ക് അതെന്താ നമുക്ക് നോക്കാം. അസ്ലുഹുദിൻ്റെ അസ്ലി ഫലാ യസുദ്ദുന്നക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അസ്ലി ഖബ്ല തൗക്കീദ്, ഈ തൗക്കീദിൻ്റെ നൂന് വരുന്നതിൻ്റെ ഇടയിലും ജാസിം ലാ നാഹിയൻ്റെ ജാസിമുണ്ടല്ലോ, ആ ജാസിമൊക്കെ വരുന്നതിൻ്റെ മുമ്പേ എങ്ങനെ ഉണ്ടാണ്ടിയപ്പോൾ യസുദ്ദൂനക എന്നല്ലേ വരേണ്ടത്. അങ്ങനെ ഫദഖലൽ ജാസിമു പ്രവേശിച്ചു, അതാ ജാസിമു ലന്നാഹിയ. അങ്ങനെ ഫഹുദിഫ ചേർന്നാൽ പിന്നെ അതിൻ്റെ ജസ്മിൻ്റെ അലാമത്ത് നിർക്ക് ആ നൂനെ കളയണമല്ലോ. അപ്പം ഫഹുദിഫ നൂനു റഫ്ഇൻ്റെ നൂൻ അവിടെ എന്ത് ചെയ്തു? കളയപ്പെട്ടു. അപ്പം എന്തായി? യസുദ്ദൂക്ക. സുമ്മ പിന്നെ ഉക്കിത തേക്കീതാക്കപ്പെട്ടു. ബിൻ നൂനി സക്കീലത്തി, സക്കീലാൻ്റെ നൂന് കൊണ്ട് തേക്കീത് ചെയ്യപ്പെട്ടു. അപ്പം എന്താ? യസുദ്ദൂക്ക എന്നുള്ളതിൽ യസുദ്ദൂന്ന അങ്ങനെ വന്നു. അപ്പം അവിടെ ഫൽത്തഖസാക്കിരാനി, 2 സുക്കൂന് കൂട്ടിമുട്ടി. അതായത് 2 സുക്കൂന് ഈ നമ്മൾ തേക്കീദിൻ്റെ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂള്ള നൂന് ഒരു ഹർക്കത്തുള്ള നൂനിലേക്ക് ഇദ്ഗാം ചെയ്താൽ ഒരു മുദ്ഗമ് ഫീഹി ഉണ്ടാവും. ആദ്യത്തെ മുദ്ഗം ഇദ്ഗാം ചെയ്യപ്പെട്ടത്, രണ്ടാമത്തേത് മുദ്ഗമ് ഫീഹി.
അപ്പോൾ ആദ്യത്തെ മുതുകമ് കാരണം സഗീറായിരിക്കും, ആദ്യ സുക്കൂൻ, രണ്ടാമത്തെ ഹറക്കത്ത്. അപ്പോൾ ആദ്യത്തെ സുക്കൂന മുതുകമ് സുക്കൂന. അപ്പോൾ ഈ മുതുകമിൻ്റെ സുക്കൂനും അതാണ് ഈ സാക്കിനാനി എന്ന് ഏതാ അൽ വാവും പിന്നെ ഏതാ ഈ ദമീറിൻ്റെ യസുദ്ദൂന ദമീറിൻ്റെ വാവും വന്നൂനുൽ മുദ്ഗമതു പിന്നെ ഏതാ ഇത് മുദ്ഗമായ നൂന് പറഞ്ഞാൽ ഏതാ ആദ്യത്തെ നൂനാണ്. അപ്പോൾ എങ്ങനെ വരെ നോക്കിയപ്പോൾ ഇൽത്തിഖാഉ സാക്കിനീൻ എങ്ങനെ വന്നു? യസുദ്ദൂൻ ആദ്യത്തെ സുക്കൂന മുദ്ഗമ്, ആ സുക്കൂന രണ്ടാമത്തിൽ ഇദ്ഗാം ചെയ്തതാ. അപ്പോൾ ആ മുദ്ഗമായ നൂനും ഈ വാവ് ദമീറിൻ്റെ വാവും ഇൽത്തിഖാഉ സാക്കിനീനായി. അപ്പം എന്താ ചെയ്തത്? ഫഹുദിഫത്തിൽ വാവു, ഈ ദമീറിൻ്റെ വാവിനെ കളഞ്ഞു. എന്താ കാരണം? ലിഅത്തിലാലിഹ, ഈ വാവ് ഈ മുത്തലിൻ്റെ ഹർഫാണ്, ഇത്തിലാലിൻ്റെ ഇല്ലത്തിൻ്റെ ഹർഫാണ്. മാത്രമല്ല വലി വുജൂദി ദമ്മത്ത് ഉണ്ടായ കാരണത്താലും അദ്ദാലത്തി അറിയിക്കുന്ന അലിഹ, ഈ വാവിൻ്റെ കളഞ്ഞു പോയ തന്നെ ഈ വാവിൻ്റെ മേൽ അറിയിക്കുന്നതായ ദമ്മ് മാക്കബൽ ഉണ്ടായ കാരണത്താലുമാണ്. നേരത്തെ അങ്ങനെയല്ല, തെറയിന്നേൽ അങ്ങനെ അറിയിക്കുന്നില്ല, ഫത്ഹാണ്. മനസ്സിലായില്ലേ? ഇവിടെ യസുദ്ദു മാക്കബൽ ദമ്മുണ്ടീനെ അറിയിക്കുന്നത്, അതിൻ്റെ മുജാനസ ഹർക്കത്താണല്ലോ. അപ്പോൾ അത് ഉള്ള കാരണത്താലും ഇതിനങ്ങോട്ട് കളഞ്ഞു. അങ്ങനെയാണ് യസുദ്ദുന്നക്കാന്ന് വന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുമ്പം ദാലും നൂനും അടുത്താണെന്ന് തോന്നും, പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഫാസിലിൻ്റെ വാവ് കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് തക്ദീറുൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നൂന് മുൻഫസിലത്തുൻ, ഈ ഏതാണ് തൗക്കീദിൻ്റെ നൂന് മുൻഫസിലത്തുൻ വേറിട്ടിക്കുന്നതാണ്. അൻഹു ആ ഫീലിനെ തൊട്ട് തക്ദീറിൽ വേറിട്ടിക്കുന്നതാണ്. വൈൻകാനത്ത് മുബാശിറത്തൻ ലഫ്ദിൽ അത് മുബാശിറത്തായാലും ശരി, വൈകാനത്തെ ഈ നൂന് മുബാശിറത്തൻ ഡയറക്റ്റ് ആയിട്ടിരിക്കുന്ന ആളായും ശരി, ലഫ്സൻ എന്താണ് നസുൽ ഖാഫ് ലഫ്ദിലും ഉണ്ടോ, ലഫ്ദിൽ മുബാശിറത്തായി നോക്കുമ്പോൾ നോക്കിയാൽ യസുദ്ദുന്നക്ക. അപ്പോൾ നേരിട്ട് നോക്കുമ്പോൾ അത് ഡയറക്റ്റ് ആണല്ലോ, മബ്നിയാൻ തോന്നിപ്പോവും. അപ്പോൾ ലഫ്ദിൽ, പക്ഷെ അവിടെ തക്ദീറിൽ അവിടെ ഫാസിലുണ്ട്. അതാണ് വൈകാനത്ത് മുബാശിറത്തൻ, മുബാശിറായാലും ശരി ലഫ്ദിൽ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൻ്റെ ഇറാബ് എങ്ങനെ പറയപ്പെടണ്ട്? വലാ യസുദ്ദുന്നക, വാവ് ഇസ്തിനാഫിൻ്റെ ഹർഫ്, ലാ ഹർഫ് നഹിൻ്റെ ജാസിമാണ്. പിന്നെ യസുദ്ദുന്നക ഫീൽ മുദാരി മജ്സൂമെന്ന് വെക്കണം. അതെന്താ? ഏത് ജസ്മ ചെയ്യപ്പെട്ട ഏതുകൊണ്ടാ? ബിലന്ന നാഹിയ ലാ കൊണ്ട്, അതാണ് ആമിൽ. അപ്പോൾ ജസ്മിൻ്റെ അലാമത്തോ ഹദഫുന്നൂനാണ്, കാരണം അഫ്അൽ ഖംസപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? വാവ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ വെക്കണം. ഈ വാവ് യസുദ്ദു, ആ കളയപ്പെട്ടു പോയ വാവ് ഇൽത്തിഖാഉ സാക്കിനായ കാരണത്താൽ കളയപ്പെട്ടു വാവാണ് യസുദ്ദൂനക്ക, ആ ഫായില്. കാരണം റഫിൻ്റെ മഹല്ലാണ്, തൗക്കീദിന് പിന്നെ ഇറാബിൽ മഹല്ലില്ല. പിന്നെ മഫ്ഊലും ബിഹി നസ്ബിൻ്റെ മഹല്ല്. അന്നായാത്തില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ മുതഅല്ലിഖ് യസുദ്ദുന്നക്ക എന്നുള്ളത്, അള്ളാഹ് എന്നുള്ളത് ജാർ മജ്റൂർ പോട്ടെ. പിന്നെ ഏതായാലും അതാണ്, അങ്ങനെയാണ് ഇപ്പോൾ പറയുക. ഇനി അടുത്തതാ പറയുക വത്താറത്തൻ, ചിലപ്പോൾ മൂന്നാമത്തെ അവസ്ഥ പറയാണ് യുഅറബുൽ മുദാരിഉ, മുദാരീനെ മൂറബാക്കപ്പെടും. ഇപ്പം പറഞ്ഞ അഭിനയല്ല, അതെപ്പോഴാ? വദാലിക്ക, ഈ മൂറബാക്കപ്പെടാണ് അതെപ്പോഴാ? ഫീമാ ദാലിക്ക, അതല്ലാത്തതിൽ. മാ എന്നുള്ളത് അവിടെ മസ്തരിയാമാണ്, മസ്തരിയാമ. അപ്പോൾ ഫീമാ ദാലിക്ക എന്നുള്ളത് നസ്ബിൻ്റെ മഹലും ഫുലുംബി ആക്കണം. കാരണം ഇബ്നു മാലിക് റഹ്മഹുല്ല പറഞ്ഞത് വബഅദ മൻസിബ് വൻജിറാറുൻ ഖദ് യരിദ്, മസ്തരിയാമാണ്. പിന്നെ അത് ഫീല് മാഖബിലുള്ളത് ശേഷമുള്ളത് മഫ്ഊലായിരിക്കും. ഇനി ചില ഇമാമിങ്ങളുടെ അഭിപ്രായ പ്രകാരം മാ സായിദയാക്കാം, അതാണ് വൻജിറാറുൻ ഖദ് യരിദ്. മാക്ക് ശേഷം വബഅദ മാക്ക് ശേഷം ഇൻസിബിങ് നസ്ബ് ചെയ്ത വൻജിറാറുൻ ഖദ് യരിദ് ജറും വന്നിട്ടുണ്ട് എന്നറിയേ. ഏറ്റവും നല്ലത് അവിടെ മസ്തരിയാമാക്കിയിട്ട് മാക്ക അതിനെ ഫീലാക്കലാണ്. ഇനി അത് മാന സായിദാക്കി ഇതിനെ ഹർഫായിട്ട് പരിഗണിച്ചിട്ട് ശേഷമുള്ള മജറൂറായിട്ട് ദാലിക്ക മഹല്ല് ജറായിട്ടും പറയാം. അപ്പോൾ ഫീമാ ദാലിക്ക, അതല്ലാത്തത് പറഞ്ഞാൽ അതാ ഇപ്പം പറഞ്ഞ നൂന് തൗക്കീദ് മുബാശിറ അല്ലാതെ വരിക. അതേപോലെ തന്നെ നൂന് നിസ്വ അല്ലാത്തതൊക്കെ, അതല്ലാത്തതിലൊക്കെ മുഅറബായിരിക്കും. വഹുവ, അത് ഈ മുഅറബായിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാ? വഹുവ മാവിടെ സായിദാണ്. ഇദാ ആലിയ, ഈ ഫിഅൽ മുബാരി ഒഴിവാകുമ്പോഴാണ് അനിന്നൂനൈനിൽ മദ്കൂറത്തൈനി, പറയപ്പെട്ട രണ്ട് നൂനെ തൊട്ടും ഒഴിവാകുക. അതേതാ? മുബാശറത്തായ തൗക്കീദിൻ്റെ നൂനും അതേപോലെ തന്നെ നൂനുൽ ഇസ്മിയെ തൊട്ട് ഒഴിവാകുക. അപ്പോൾ ഇപ്പോൾ നഹു യഖൂമു സൈദുൻ യഖൂമു, ഫീൽ മുബാരി മർഫൂൻ, റഫ് ചെയ്ത ആമിൽ, മാനവിയായ ആമിൽ എന്താ അത് ഖുലുവാവുക, അതാത്ത് ജാസിമിനെ തൊട്ടും നാസിബിനെ തൊട്ടും.
വയഖുഉദു അംറുൻ വലൻ യഖൂമ. ഉണ്ടോ അവിടെ വയഖുഉദു യഖൂം എന്നുള്ളതൊക്കെ മർഫു ആണ്, അലാമത്തു റഫ്ഉ ദമ്മ, കാരണം ആമിലി മാനവി ആമിലാണ്. പിന്നെ ലൻ യഖൂമ എന്നുള്ളത് കണ്ടോ നസ്ബാണ്, മൻസൂബാണ്, നസ്ബ് ചെയ്ത ആമിലി ലന്നാണ്. ലം യഖും വലം യഖും ഇവിടെ മജ്സൂമാണ്, ജസ്മ് ചെയ്ത ആമിലി ലമ്മാണ്. ഇവിടെ ഒക്കെ മുറബാണ്, മബ്നിയല്ല. അപ്പോൾ ഫതബയ്യന വ്യക്തമായി അന്ന തീർച്ചയായും ആഖിറിൽ മുദാരിഇ മുദാരിൻ്റെ ആഖിറിനുണ്ട് എന്ന് മനസ്സിലായി. സലാസ ഹാലാത്തിൻ 3 അവസ്ഥകളുണ്ട്. ഇതുപോലെ കമാലിൽ മാദി വല്ലംദി അംറിനും മാദിക്കുള്ളത് പോലെ 3 അവസ്ഥ ഉണ്ട്. അതേതൊക്കെ നമ്മൾ പറഞ്ഞ് നൂനുൻ നിസ് വന്ന സുക്കൂൻ്റെ മേൽ മബ്നി, അതേപോലെ തന്നെ മുബാശറത്തായ നൂനു തൗക്കീദ് വന്നാൽ അത് ഫത്ഹിൻ്റെ മേൽ മബ്നി, അതല്ലാത്തത് മുഅറബ്. അപ്പോൾ 3 ഹാലാത്തുകൾ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.